പ്രീതികരത്തെ സുഹൃത്തുക്കളെ, എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ 2024 കേരള PSC ചോദിച്ച ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണെന്ന് ഡിസ്കസ് ചെയ്യാം. ആരംഭിച്ചാലോ? ആദ്യ ചോദ്യം: ബംഗാൾ കുടിയിരിപ്പ് നിയമം പാസ്സാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഡഫറിൻ പ്രഭു, ബി കാനിംഗ് പ്രഭു, ഓപ്ഷൻ സി എന്ന് പറയുന്നത് റിപ്പൺ പ്രഭു, ഡി ചെംസ്ഫോർഡ് പ്രഭു. എന്തായിരിക്കും ഉത്തരം? ഉത്തരം ഡഫറിൻ പ്രഭു ആണ്. 1885 ഡഫറിൻ പ്രഭു ബംഗാൾ കുടിയിരിപ്പ് നിയമം പാസ്സാക്കുക. എന്നാൽ ഇവിടെ കുടിയിരിപ്പ് എന്ന വാക്കിന് പകരം വാടക നിയമം എന്നായിരുന്നുവെങ്കിൽ, ബംഗാൾ വാടക നിയമം, ബംഗാൾ റെന്റൽ ആക്ട് എന്നായിരുന്നുവെങ്കിൽ ഉത്തരം കാനിംഗ് പ്രഭുവിലേക്ക് പോകും. ഏത് വർഷം? 1859. ഈ വാടക നിയമത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ബംഗാളിലെ നീലം കർഷക സമരം നിങ്ങൾക്കറിയാലോ. ബംഗാളിലെ നീലം കർഷക സമരം നടക്കുന്നത് 1859 മുതൽ 61 കാലഘട്ടത്താണ്. പ്രധാനമായിട്ടും ബംഗാളിലെ നീലം കർഷകർ അവർക്ക് മേൽ അധിക നികുതി ഈടാക്കി, അതോടൊപ്പം ഭൂപ്രഭുക്കന്മാർ എന്ത് ചെയ്തു? പാട്ടം ഈടാക്കി എന്നതിന്മേലുള്ള സമരമായിരുന്നു. അത് ഒരു പരിധിവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ത് കൊണ്ടുവന്നത്? വാടക നിയമം കൊണ്ടുവരിക. അതും മനസ്സിലുണ്ടായിരിക്കട്ടെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഗാന്ധിജിയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള കാൽവയ്പ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം, ഇവ ഒന്നുമല്ല. എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? നമ്മൾ ചിലപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് പോകാം, എന്നാൽ ഉത്തരം അതല്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ചോദ്യം എന്താണ്? നിങ്ങൾക്കറിയാം. എന്താണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ? ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം എന്നാണ് ചോദ്യമെങ്കിലോ അഹമ്മദാബാദ് മിൽ സമരം പറയാം അല്ലേ? ആദ്യത്തെ നിരാഹാര സമരം എന്നാണ് ചോദ്യമെങ്കിൽ അഹമ്മദാബാദ് മിൽ സമരം പറയാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഖേദ സത്യാഗ്രഹം. ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ നിയമ ലംഘന സമരം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഖേദ സത്യാഗ്രഹം. കാരണം നികുതി നൽകുന്നത് എതിർത്തുകൊണ്ട് നിയമം ലംഘിക്കുവാനായിട്ട് ആരാഹ്വാനം ചെയ്തു? ഗാന്ധിജി. അതുകൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ നിയമലംഘന പ്രസ്ഥാനം, അല്ലെങ്കിൽ 1930-31 ആരംഭിച്ചിരുന്ന നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? ഖേദ സത്യാഗ്രഹമായിരുന്നു. അപ്പോൾ ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നിയമലംഘന പ്രസ്ഥാനമാണ്. ഈ മൂന്നും നിങ്ങൾക്കറിയാം. ഈ മൂന്നിൻ്റെ പ്രത്യേകത എന്താ? ഗാന്ധിജിയുടെ പ്രാദേശിക സമരങ്ങളായിരുന്നു അല്ലേ? ഒരു പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി ഇടപെട്ടതായിരുന്നു. ചമ്പാരനിലെ നീലം കർഷകർ, അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾ, ഖേദയിലെ കർഷകർ. എന്നാൽ ഇവിടെ ചോദ്യം ഗാന്ധിജിയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള കാൽവയ്പ് എന്നാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം ഇത് മൂന്നുമല്ല. ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള കാൽവയ്പ് എന്നറിയപ്പെടുന്നത് 1919 നടന്ന, കൃത്യമായി പറഞ്ഞാൽ 1919 ഏപ്രിൽ മാസം 6 നടന്ന റൗലത്ത് സത്യാഗ്രഹമായിരുന്നു. ഈ റൗലത്ത് സത്യാഗ്രഹത്തെ റൗലത്ത് നിയമത്തിന് കരിദിനമായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പോൾ റൗലത്ത് നിയമത്തിനെതിരെ ഗാന്ധിജി കരിനിയമം ആരോപിച്ചുകൊണ്ട് കരിദിനമായി പ്രഖ്യാപിച്ചത് ഏത് ദിവസമാണ്? 1919 ഏപ്രിൽ 6. കാരണം ഈ റൗലത്ത് നിയമം എന്ന് പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ്. എന്തിനാണ് കൊണ്ടുവരുന്നത്? ഈ റൗലത്ത് നിയമത്തിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ്. അതായത് ഇന്ത്യയിലെ 1905 ബംഗാൾ വിഭജനത്തിന് ശേഷം ഒട്ടനവധി വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു, ബ്രിട്ടീഷുകാരെ തീവ്രമായി എതിർക്കുന്നതിന് വേണ്ടിയിട്ട്. അത്തരം വിപ്ലവ പ്രവർത്തനങ്ങളെയും അക്രമത്തെയും അടിച്ചമർത്തുന്നതിന് വേണ്ടി, അങ്ങനെ സംശയം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിചാരണ പോലും ചെയ്യാതെ ഏകദേശം 2 വർഷക്കാലം വരെ തടവിന് വിധിക്കാവുന്ന ശിക്ഷയായിരുന്നു, അല്ലെങ്കിൽ നിയമമായിരുന്നു എന്ത്? റൗലത്ത് നിയമം. വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ പാർപ്പിക്കാം. അങ്ങനെ കുറ്റം ചെയ്തു എന്ന് തെളിവ് പോലും വേണ്ട, ആരോപണം മാത്രം മതി. അതുകൊണ്ടാണ് ആ നിയമത്തെ കരിനിയമം എന്ന് വിളിക്കുകയും ആ കരിനിയമത്തിനെതിരെ കരിദിനം ആചരിക്കുവാൻ ഗാന്ധിജി പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാ കരിദിനം ആചരിച്ചേ? അല്ലെങ്കിൽ റൗലത്ത് സത്യാഗ്രഹം എന്നായിരുന്നു 1919 ഏപ്രിൽ 6. അതായിരുന്നു ദേശീയതയ്ക്ക്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താകമാനമുള്ള ഒരു നിയമത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുക.
അതുകൊണ്ട് ഈ സത്യാഗ്രഹമാണ് ഇന്ന് പേരിൽ അറിയപ്പെടുക ഗാന്ധിജിയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള കാൽവയ്പ്. PSC ചോദ്യം അനുസരിച്ച് ആൻസർ ഓപ്ഷൻ ഇവയൊന്നുമല്ല എന്നാണ് വരിക. യഥാർത്ഥ ഉത്തരം എന്താണ്? റൗലത്ത് സത്യാഗ്രഹം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാണ്. PSC ഇന്ത്യ ചരിത്രത്തിൽ കലാ സാഹിത്യ മേഖലയിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലൊന്നാണത്. ഓപ്ഷൻ എ നന്ദലാൽ ബോസ്, ഓപ്ഷൻ ബി തോമസ് ജോൺസ് ബർക്കർ, ഓപ്ഷൻ സി അമൃത ഷെർഗിൽ, ഓപ്ഷൻ ഡി അഭിനീന്ദ്രനാഥ് ടാഗോർ. ഈ എല്ലാവരും നമുക്ക് പരിചിതമാണ് അല്ലേ? യെസ്, നമുക്ക് നോക്കാം. യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത് അമൃത ഷെർഗിലാണ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം ആരാ വരയ്ക്കുക? അമൃത ഷെർഗിൽ. എന്നാൽ സാമ്യമുള്ള ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസാണ് അല്ലേ? നന്ദലാൽ ബോസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെ വിളിക്കുക? ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ ലേഔട്ട് കവർ പേജ് തയ്യാറാക്കിയത് ആരായിരുന്നു? നന്ദലാൽ ബോസ് ആയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പെയിന്റിംഗ്, ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. അദ്ദേഹം കുറേയധികം പ്രശസ്ത ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എന്താ? ഗ്രാമീണ ചെണ്ടക്കാരൻ. എന്നാൽ ഗ്രാമീണ ജീവിതം വരച്ചതാരാ? അമൃത ഷെർഗില. ഇനി തോമസ് ജോൺസ് ബർക്കറിന്റെ പ്രത്യേകത എന്താണ്? റിലീഫ് ഓഫ് ലക്നൗ 1857 വിപ്ലവത്തെ ആസ്പദമാക്കി ലക്നൗ എന്ന് പറയുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അല്ലേ? തകർക്കപ്പെട്ട ലക്നൗ നഗരത്തെക്കുറിച്ച് ഒരു ചിത്രം രചിച്ചത് ആരായിരുന്നു? തോമസ് ജോൺസ് ബർക്കർ ആയിരുന്നു. അത് മറക്കരുത്. 1857 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കിക്കൊണ്ട് തോമസ് ജോൺസ് ബർക്കർ വരച്ച ചിത്രമായിരുന്നു എന്ത്? റിലീഫ് ഓഫ് ലക്നൗ. ഇനി അഭിനീന്ദ്രനാഥ് ടാഗോർ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? അഭിനീന്ദ്രനാഥ് ടാഗോറാണ്. ഈ ഭാരത് മാത എന്ന ചിത്രം വരയ്ക്കുന്നത് എപ്പോഴാണ് എന്നതിന് പ്രസക്തിയുണ്ട് കേട്ടോ. 1905 ബംഗാൾ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ സ്വദേശിവൽക്കരണത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു അല്ലേ? സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. ആ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു അഭിനീന്ദ്രനാഥ് ടാഗോർ ഏത് ചിത്രം വരയ്ക്കുക? ഭാരത് മാത എന്ന ചിത്രം വരയ്ക്കുക. ആ ഭാരത് മാതാവിൻ്റെ ചിത്രം തന്നെയാണ് ഇന്നും നമ്മൾ ഉപയോഗിച്ചു പോരുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? മനസ്സിലുണ്ടാവുന്ന കരുതിക്കോട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡഫറിൻ പ്രഭുവിൻ്റെ കാലഘട്ടത്ത് നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്ഥാപനമല്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചോട്ടെ. അത് ഒരു കമ്മീഷനാണ്, ഒരു സമിതിയാണ്. ഓക്കെ, അപ്പോൾ ഡഫറിൻ പ്രഭുവിൻ്റെ കാലഘട്ടത്ത് നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആര്? ഉത്തരം ചാൾസ് ഐഡ്സൺ ആണ്. ചാൾസ് ഐഡ്സൺ ചെയർമാനായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് 1886 ഓക്കെ, അപ്പോൾ ചാൾസ് ഐഡ്സൺ ചെയർമാനായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കപ്പെടുന്നത് 1886. എന്താ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതല അല്ലെങ്കിൽ എന്താ ഉത്തരവാദിത്വം? നമുക്കറിയാം, ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുക എന്നതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതല. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നൊരു സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത് എപ്പോഴായിരുന്നു? നമുക്കറിയാം, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരിക. രണ്ടായിട്ടാണ് നിലവിൽ വരിക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും. ഓക്കെ, ഇനി ഏത് നിയമപ്രകാരം എന്നതിന് പകരം ചോദ്യം ഒന്ന് മാറ്റി. ഏത് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ചത്? അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന സ്ഥാപനം 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ത് രൂപീകരിക്കുക? പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിൻ്റെ പേര് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നായിരുന്നു. ഈ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്തായി വേർതിരിക്കുക? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും കൂടാതെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അന്ന് പ്രവിശ്യയായിരുന്നു, എങ്കിൽ നമ്മൾ സ്റ്റേറ്റ് എന്ന രീതിയിലാണ് പറയുക. കാരണം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യകളെ സ്റ്റേറ്റായി കൺസിഡർ ചെയ്യുകയും സ്റ്റേറ്റിൻ്റെ തലവനായി എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് ആരെ നിയമിക്കുകയും ചെയ്യുകയാണ്? ഗവർണറെ നിയമിക്കുകയും ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഗവർണർ അധികാരത്തിലുള്ള സ്റ്റേറ്റിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന അർത്ഥത്തിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. മറക്കല്ലേ? അപ്പോൾ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ് എന്ന് രൂപീകരിക്കുക 1926 ഹിൽട്ടൺ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കുക.
മനസ്സിലായോ? ആ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്തായിട്ട് മാറുക? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും അതുപോലെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും മാറുക. ക്ലിയർ ആണേ? ഇനി വീണ്ടും ഞാൻ തിരിച്ചു വരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ ഇവിടെ ഡഫറിൻ പ്രൂഫിൻ്റെ കാലഘട്ടത്തിൽ എന്താ ഒരു സമിതി മാത്രമാണ്. സ്ഥാപനമായി മാറുന്ന എപ്പോഴാണ്? 26 പിന്നെ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. ഓക്കെ, സിമ്പിളാണേ, മറക്കില്ലാന്ന് എഴുതിക്കോട്ടെ. ഗുഡ്. ഇനി അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് സിവിൽ സർവീസ് പരീക്ഷയാണ് അല്ലേ? അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് PSC ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇന്ത്യയിൽ ആദ്യമായി ഒരു സിവിൽ സർവീസ് കമ്മീഷൻ നിയമിക്കപ്പെട്ടതെന്ന് അല്ലേ? കാരണം നമ്മൾ രണ്ട് ചിലപ്പോൾ ഒന്നെന്ന് വിചാരിച്ചു കളയും, രണ്ടാണെന്ന കാര്യം ഓർമ്മിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സിവിൽ സർവീസ് കമ്മീഷനെ നിയമിച്ചത്, സിവിൽ സർവീസ് കമ്മീഷൻ നിയമിച്ചത് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം 1854 ആരാണ് നിയമിക്കുക? ഡൽഹൌസി പ്രഭു ആണ്. ആ ഡൽഹൌസി പ്രഭു നിയമിച്ച സിവിൽ സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? മെക്കാളെ പ്രഭു ആയിരുന്നു. ഓക്കെ, ഇനി വീണ്ടും അതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പോയിന്റ്, മെക്കാളെ സിവിൽ സർവീസ് കമ്മീഷനെ നിയമിക്കുവാൻ കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചേക്കാം. ഏതായിരുന്നു കാരണമായ നിയമം? 1853 ചാർട്ടർ നിയമം. 1853 ചാർട്ടർ നിയമമാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെടുന്നത് 1886 അതിൻ്റെ അധ്യക്ഷൻ ചാൾസ് ഹൈഡ്സൺ. ആരുടെ കാലഘട്ടത്ത്? ഡഫറിൻ പ്രഭുവിൻ്റെ കാലഘട്ടത്ത്. ഓക്കെ, അതൊരു സമിതി മാത്രമാണ്. എന്നാൽ ഒരു സ്ഥാപനം, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷന് സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത് 1926 ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം. അതിന് നിയമസാധുത ലഭിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായിട്ട് മാറുകയാണ്? യെസ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും. ഇവിടെ സിവിൽ സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെടുക 1854 ആരുടെ കാലഘട്ടത്ത്? ഡൽഹൌസിയുടെ കാലഘട്ടത്ത്. ആ സിവിൽ സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? യെസ്, മെക്കാളെ പ്രഭുവാണ്. അങ്ങനെ സിവിൽ സർവീസ് കമ്മീഷനെ നിയമിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട നിയമം ഏതെന്ന് ചോദിച്ചാൽ 1853 4ാം ചാർട്ടർ നിയമം. ക്ലിയർ അല്ലേ? ഇനി സിവിൽ സർവീസ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പോയിന്റ് കൂടെ കൂട്ടിച്ചേർക്കാം അല്ലേ? ഇന്ത്യയിൽ വെച്ച് സിവിൽ സർവീസ് പരീക്ഷ നടത്തുവാൻ നിശ്ചയിച്ചത് ഏത് നിയമമാണ്? ഇന്ത്യയിൽ വെച്ച് സിവിൽ സർവീസ് പരീക്ഷ നടത്തുവാൻ നിശ്ചയിച്ചത് അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടത് ഏത് നിയമമാണ്? ഉത്തരം ഇതാണ്, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ വെച്ച് സിവിൽ സർവീസ് പരീക്ഷ നടത്തുവാൻ, സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തുവാൻ നിർദ്ദേശിച്ചത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ സിവിൽ സർവീസ് പരീക്ഷ നടത്തിപ്പിനെക്കുറിച്ച് നിർദ്ദേശിക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കുവാനായിരുന്നു യഥാർത്ഥത്തിൽ ആരെ നിയമിക്കുക? ഹിൽട്ടൺ ആൻഡ് കമ്മീഷനെ നിയമിക്കുക. അങ്ങനെ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ പറഞ്ഞു, സിവിൽ സർവീസ് പരീക്ഷ നടത്താൻ വേണ്ടി ഒരു സ്ഥാപനമുണ്ടെങ്കിൽ നന്നായിരുന്നു. അങ്ങനെയാണ് എന്ത് രൂപീകരിക്കുക? ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, ആ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിയമസാധുത കിട്ടുന്നത് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. അപ്പോൾ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? മിക്കവാറും PSC ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കും, ബംഗാൾ വിഭജനം 1905 അല്ലേ? 1905 എവിടെയായിരുന്നു INC സമ്മേളനം? അതിൻ്റെ പ്രസിഡന്റ് ആരാണ്? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആരിലേക്ക് പോകും? ബംഗാൾ വിഭജനം നമുക്കറിയാം. ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് 1905 ജൂലൈ മാസം 20-ാം തീയതിയാണ് അല്ലേ? ഇനി ബംഗാൾ വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ മാസം 16-ാം തീയതി ആണല്ലോ. 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ബനാറസിൽ വെച്ചായിരുന്നു. ആ ബനാറസ് നിലവിൽ അറിയപ്പെടുന്ന പേര് നിങ്ങൾക്കറിയാം, എന്തായിരുന്നു? വാരണാസി അല്ലേ? ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ബനാറസിനെ അല്ലെങ്കിൽ വാരണാസിയെ വിളിക്കുന്ന പേരെന്താ? ബനാറസിനെ അല്ലെങ്കിൽ വാരണാസി വിളിക്കുന്ന പേരെന്താ? നമുക്ക് പരിചിതമാണ്, കാശി അല്ലേ? കാശി. ഗുഡ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗോപാല കൃഷ്ണ ഗോഖലെ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ആൻസർ വെച്ചിട്ട് നമ്മളിതിങ്ങനെ മനസ്സിലാക്കിയിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തെറ്റാണ് ആൻസർ. കാരണം
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് നിങ്ങൾക്കറിയാം. എന്നാ ആദ്യ സമ്മേളനം നടക്കുക? 1885 ഡിസംബർ മാസം 28 അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങൾ എപ്പോഴും നടക്കുന്നത് ആ വർഷത്തെ ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലാണ്. അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റിന് അടുത്ത ഒരു വർഷത്തേക്ക് കാലാവധി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 1905 ഡിസംബറിൽ നടക്കുന്ന ബനാറസ് സമ്മേളനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ അധ്യക്ഷനായാൽ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് കാലാവധി ആരംഭിക്കുന്നത് എപ്പോഴാ? 1905 ഡിസംബർ മുതൽ അടുത്ത വർഷം 1906 ഡിസംബർ വരെയാണ്. ശരിയാണേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ഗോഖലെ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് എന്ന അധികാരം ഉപയോഗിക്കുന്നത് 1905 ഡിസംബറിലാണ്. അങ്ങനെയാണെങ്കിൽ 1905 ജൂലൈ 20-നും 1905 ഒക്ടോബർ 16-നും ആരായിരുന്നു പ്രസിഡന്റ്? 1904 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും അല്ലേ? യെസ്. 1904 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത് ബോംബെയിൽ വെച്ചാണ്. ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയത് ബ്രിട്ടീഷുകാരനായ ഹെൻറി കോട്ടൺ ആണ്. ആരാണ്? ഹെൻറി കോട്ടൺ. അതുകൊണ്ട് തന്നെ PSCയുടെ ചോദ്യം ആരെ ഉദ്ദേശിച്ചാണ് അവിടെ ചോദിക്കുക? ഹെൻറി കോട്ടണെ. ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്? ഉത്തരം ഹെൻറി കോട്ടൺ ആണ് ഇവിടുത്തെ ആൻസർ. കാരണം എന്താ? 1904 ഡിസംബർ മാസം നടന്ന ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഹെൻറി കോട്ടൺ ആണ്. അത് കഴിഞ്ഞ് 1905 ഡിസംബറിലാണ് ആര് വരിക? ഗോപാലകൃഷ്ണ ഗോഖലെ. ഒരു വർഷ കാലാവധിയിൽ പ്രസിഡന്റായ ഹെൻറി കോട്ടൺ ആയിരുന്നു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചപ്പോഴും ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വരുമ്പോഴും INC പ്രസിഡന്റ് എന്ന കാര്യം ദയവായി ഓർമ്മിക്കാം. സെറ്റല്ലേ? ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മൈനസ് വാങ്ങിച്ച ഒരു ചോദ്യമായിരുന്നു അത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചർക്കതിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ നമ്മൾ എവിടെയും കാണാറുണ്ട് അല്ലേ? ആ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ആരാണ് അല്ലേ? യെസ്. ഉത്തരം ഓപ്ഷൻ എ WB യേറ്റ്സ്, ബി മാർഗരറ്റ് ബുക്കേവൈറ്റ്, സി തോമസ് പൈൻ, ഡി ഇവരൊന്നുമല്ല. എന്താണ് ഉത്തരം? നമുക്ക് നോക്കാം. ഉത്തരം എന്ന് പറയുന്നത് മാർഗരറ്റ് ബുക്കേവൈറ്റ് ആണ്. അപ്പോൾ ഗാന്ധിജിയുടെ വിഖ്യാതമായ ചർക്കയിൽ നൂൽക്കുന്ന ചിത്രം അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ചിത്രം വരച്ചത് ആരാണ്? അല്ലെങ്കിൽ ചിത്രം എടുത്തത് ആരാണ്? പകർത്തിയത് ആരാണ്? മാർഗരറ്റ് ബുക്കേവൈറ്റ് ആണ്. ബാക്കി രണ്ട് ഓപ്ഷനിലും എന്തോ പ്രത്യേകത ഉണ്ടല്ലേ? കാരണം നമുക്ക് അവരെ പരിചയമുണ്ട്. നോക്കിയാലോ. WB യേറ്റ്സ് എന്താ പ്രത്യേകത? ടാഗോറിന്റെ പ്രശസ്തമായ കൃതിയാണ് ഗീതാഞ്ജലി. ആ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് ആരായിരുന്നു? WB യേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ടാഗോറിന്റെ പ്രശസ്തമായ ഗീതാഞ്ജലി എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് WB യേറ്റ്സ് ആണ്. PSCയുടെ മുൻവർഷ ചോദ്യമാണ് കേട്ടോ. ഇനി തോമസ് പൈനെ കുറിച്ച് നോക്കാം. ജ്യോതിറാവ് ഫുലെ നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ അധസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രമുഖ സാമൂഹിക പ്രവർത്തകനാണ്. ജ്യോതിറാവ് ഫുലെ 1873 ആരംഭിച്ച സംഘടനയായിരുന്നു. 1873 മഹാരാഷ്ട്രയിലെ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച സംഘടനയായിരുന്നു എന്ത്? സത്യശോധക സമാജം അല്ലെ? ആ സത്യശോധക സമാജത്തിൽ പ്രവർത്തിക്കുകയും പിൽക്കാലത്ത് ജ്യോതിറാവ് ഫുലെയെ പോലെ തന്നെ അധസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രീയ നേതാവുമായിരുന്നു ആരാ? ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഡോക്ടർ BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിറാവ് ഫുലെ അഥവാ ജ്യോതിബ ഫുലെ അല്ലെ? ആ ജ്യോതിബ ഫുലെ സ്വാധീനിച്ച പുസ്തകമാണ് എന്ത്? തോമസ് പൈൻ എഴുതിയ ദ റൈറ്റ്സ് ഓഫ് മാൻ, മനുഷ്യന്റെ അവകാശങ്ങൾ. ദ റൈറ്റ്സ് ഓഫ് മാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? തോമസ് പൈൻ ആണ്. മറക്കില്ലല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ജ്യോതിറാവ് ഫുലെയെ സ്വാധീനിച്ച ദ റൈറ്റ്സ് ഓഫ് മാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? തോമസ് പൈൻ ആണ്. ജ്യോതിറാവ് ഫുലെയുടെ സംഘടനയുടെ സത്യശോധക സമാജം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശിഷ്യനായി കണക്കാക്കുന്ന അറിയാം ഡോക്ടർ BR അംബേദ്കറെ. ജ്യോതിറാവ് ഫുലെക്ക് ഒരു വിശേഷണം കൂടെയുണ്ട്, മഹാത്മാ. ജ്യോതിറാവ് ഫുലെക്ക് മഹാത്മാ എന്ന പേര് നൽകിയത് മഹാരാഷ്ട്രയിലെ ജനങ്ങളാണ്. മഹാത്മാ അല്ലേ? PSC ഒരുപക്ഷെ ചോദിച്ചെന്ന് കരുതുക. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരെ? സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഓപ്ഷനിൽ ആരുണ്ടാവാം? ഗാന്ധിജി ഉണ്ടാവാം. നിങ്ങൾ എന്ത് ചെയ്യും? ഗാന്ധിജി എഴുതിയേക്കാം. പക്ഷേ യഥാർത്ഥ ആൻസർ എന്താണ്? മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ജ്യോതിറാവ് ഫുലെയാണ്. മറക്കില്ലല്ലോ. ഗുഡ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
RBI രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? വില്യം സ്ലിമാൻ, ബട്ട്ലർ, സൈമൺ, ഹിൽട്ടൺ. എന്താണ് ഉത്തരം? ഹിൽട്ടൺ ആൻഡ് കമ്മീഷനാണ്. ഹിൽട്ടൺ ആൻഡ് കമ്മീഷന് പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുക. 2, പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുക. അപ്പോൾ ഹിൽട്ടൺ കമ്മീഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ 1 RBI, 2 പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ? ഈ RBIക്കും അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനും നിയമസാധുത നൽകുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഈ ഹിൽട്ടൺ ആൻഡ് കമ്മീഷനെ കുറിച്ച് കുറച്ച് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ത്യയിലെ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത് ആരായിരുന്നു? യെസ്, ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ ആയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകും ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ തന്നെയാണ്. ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ നിയമിക്കപ്പെട്ടത് 1926 ആരുടെ കാലഘട്ടത്താണ് നമ്മൾ പറഞ്ഞു? യെസ്, ആരുടെ കാലഘട്ടത്താണ്? ഇർവിൻ പ്രഭുവിൻ്റെ കാലഘട്ടത്താണ്. ഇതിന് RBI പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ തന്നെ വന്നേ. പക്ഷേ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയെങ്കിലും 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ വെച്ച് സിവിൽ സർവീസ് പരീക്ഷ ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ ആ വസ്തുതയെക്കുറിച്ച് പഠിക്കുവാൻ നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനുണ്ട്. 1923 ലീ കമ്മീഷൻ. 1923 ലീ കമ്മീഷൻ. ഓക്കെ, ഈ ലീ കമ്മീഷൻ 1924 റിപ്പോർട്ട് സമർപ്പിച്ചു. എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ നടത്താമെന്ന് നിശ്ചയിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 1923 ലീ കമ്മീഷനെ നിയമിച്ചു. ആ ലീ കമ്മീഷനെ നിയമിച്ചു. ലീ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് 1924. ആ ലീ കമ്മീഷനെ നിയമിച്ചത് ആരായിരുന്നു? റീഡിംഗ് പ്രൂഫ് ആയിരുന്നു. ആ ലീ കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടിയതെന്നാണ് 1924 ഓക്കെ, തുടർന്ന് റീഡിങ്ങിൻ്റെ കാലാവധി 26 അവസാനിച്ചു. ഓക്കെ, അപ്പോൾ 26 നമ്മുടെ ഇർവിൻ പ്രഭു ഹിൽട്ടൺ ആൻഡ് കമ്മീഷനെ നിയമിച്ചപ്പോൾ ഈ ലീ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൂടെ ഒന്ന് പരിശോധന നടത്തുവാൻ ആരെ നിർദ്ദേശിച്ചിരുന്നു? ഹിൽട്ടൺ എങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഹിൽട്ടൺ എന്തിനെക്കുറിച്ച് പഠിച്ചു? RBI കുറിച്ചും PSI കുറിച്ചും. എന്നിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ 2 സ്ഥാപനങ്ങൾ നിലവിൽ വരുമ്പോൾ ഇത് സ്വതന്ത്രമായിരിക്കണം. എക്സിക്യൂട്ടീവിൻ്റെ കീഴിലായിരിക്കരുത്. അവിടെ എക്സിക്യൂട്ടീവിൻ്റെ കീഴിലായാൽ അവിടെ സുതാര്യത ഉണ്ടാവത്തില്ല. എക്സിക്യൂട്ടീവിൻ്റെ കീഴിലായിരിക്കരുത്. അതുകൊണ്ട് നിയമസാധുത നൽകി സ്വതന്ത്രമാക്കി മാറ്റണം. അങ്ങനെയാണ് ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമായിരുന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈ 2 സ്ഥാപനങ്ങൾക്കും നിയമസാധുത നൽകുന്നത് അല്ലേ? കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറക്കരുത്. അവിടെ ലീ കമ്മീഷൻ നമ്മൾ ഉൾപ്പെടുത്തിയില്ല. കാരണം അന്തിമമായി ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നതും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രാബല്യത്തിൽ വരുന്നതും എന്താണ്? ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം. ഒന്നുകൂടെ ഞാൻ പറയാം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ വെച്ച് സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്താൻ നിർദ്ദേശിച്ചത്. ശരിയാണേ? കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യപടിയായി കമ്മീഷൻ നിയമിച്ച റീഡിംഗ് പ്രൂഫ് ആയിരുന്നു. എപ്പോഴാണ് നിയമിക്കുന്നത്? 1923 ആരെ? ലീ കമ്മീഷനെ. ക്ലിയർ? ആ ലീ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴാണ് 1924 ആ പരീക്ഷ നടത്തുവാൻ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റീഡിംഗ് പ്രൂഫിൻ്റെ കാലാവധി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആര് വരുന്നു? ഇർവിൻ പ്രഭു വരുന്നു. ഇർവിൻ പ്രഭു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുവാനും പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുവാനും ഒരു നിർദ്ദേശം തരുവാനായിട്ട് ആരെ നിയമിക്കുന്നു? ഹിൽട്ടൺ എങ്ങനെ നിയമിക്കുന്നു? ഏത് വർഷം? 1926. അങ്ങനെ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? 1926 ഒരു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുക. കൂടാതെ ഇതിന് നിയമസാധുത നൽകിയത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരവുമായിരുന്നു. മറക്കില്ലല്ലോ? സിമ്പിൾ അല്ലേ? ഗുഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അതോടൊപ്പം ഇതുകൂടെ മനസ്സിലുണ്ടാവട്ടെ. ഇനി അടുത്ത് പറയുന്നു, ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഒരുപാട് തവണ 2024 25 ആവർത്തിച്ച ചോദ്യമാണ് അല്ലേ? ഡൽഹൌസി പ്രഭു 1948 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരികയും
കുറേയധികം നാട്ടുരാജ്യങ്ങളെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർക്കുവാനായിട്ട് ലക്ഷ്യമിടുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാട്ടുരാജ്യമായിരുന്നു ഔദ്, അല്ലേ? പക്ഷേ ഡൽഹൌസിക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞോ ഔദിനെ? ഇല്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു, പക്ഷേ ഡൽഹൌസിയുടെ കാലഘട്ടത്തല്ലായിരുന്നു താനും. 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നു. അതുപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് 1848 ആരായിരുന്നു? നമ്മുടെ സത്താറ എന്ന നാട്ടുരാജ്യത്തെ, അല്ലേ? അപ്പോൾ 1848 സത്താറ എന്ന നാട്ടുരാജ്യത്തെ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷിൻ്റെ കൂട്ടിച്ചേർത്തു. ഔദിനെ കൂട്ടിച്ചേർക്കണമെന്ന് ഡൽഹൌസിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഡൽഹൌസിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയോ? പൂർണ്ണമായി കൂട്ടിച്ചേർക്കാൻ പറ്റിയില്ല. അതിൻ്റെ അടിസ്ഥാനമൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ട് പോയി. തുടർന്ന് വരുന്ന കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടത്താണ് യഥാർത്ഥത്തിൽ ഔദ് എന്ന നാട്ടുരാജ്യം ആരുടെ സ്വന്തമായി മാറുക? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ ആധിപത്യത്തിന് കീഴിൽ വരിക. എങ്കിലും വർഷം നമുക്ക് പഠിച്ചാൽ മതി. അതാണ് PSC ചോദിക്കുക. ഔദ് എന്ന നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷിൻ്റെ കൂട്ടിച്ചേർക്കപ്പെട്ടത് 1856 ഔദ് എന്നാണ് പറയുക. SCERT പുസ്തകത്തിൽ ഈ ഔദ് എന്നതിന് പകരം അവധ് എന്ന് തരാറുണ്ട്. അവധ് രണ്ടും ഒന്ന് തന്നെയാണെന്ന കാര്യം ഓർമ്മിച്ചാൽ മതി. ഔദ് അല്ലെങ്കിൽ അവധ്. ഏത് വർഷം? 1856 കൂട്ടിച്ചേർക്കപ്പെട്ടു. ഏത് നിയമം അനുസരിച്ച്? ദത്തവകാശ നിരോധന നിയമം അനുസരിച്ച്. ഓക്കെ. അപ്പോൾ ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് എന്തിനെ? ഔദിനെയാണ്. ഓപ്ഷനിൽ ഔദെന്ന് കാണും, അല്ലെങ്കിൽ അവധെന്ന് കാണും കേട്ടോ. ഒരുപാട് തവണ ആവർത്തിച്ചാണേ. തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. ഔദ് എന്ന നാട്ടുരാജ്യത്തെ ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആര് എന്നും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഉത്തരം എന്താ? ഡൽഹൌസി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരിയായ പ്രസ്താവന ഏതാണ്? ഗാന്ധിജി ജീവിതത്തിൽ ഇന്ത്യയിൽ 2338 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരം എന്ന് പറയുന്നത് ഖേദ സമരമാണ്. ഗാന്ധിജി ഒരു ദേശീയ നേതാവാക്കി മാറ്റിയ സമരം എന്ന് പറയുന്നത് റൗലത്ത് സത്യാഗ്രഹമാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഗാന്ധിജി ജീവിതത്തിൽ ഇന്ത്യയിൽ 2338 ദിവസം ജയിൽവാസം അനുഭവിച്ചു. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരം ഖേദസമരമായിരുന്നു. ഗാന്ധിജിയെ ഒരു ദേശീയ നേതാവാക്കി മാറ്റിയ സമരം റൗലത്ത് സത്യാഗ്രഹമാണ്. ഇതിൽ ഈ രണ്ട് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ തുടക്കത്തിൽ പറഞ്ഞു, അല്ലേ? ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നിയമലംഘനം അഥവാ നികുതി നിഷേധ സമരമായിരുന്നു എന്താ? ഖേദസമരം 1918. പഠിച്ചില്ലേ? യെസ്. അപ്പോൾ അത് ശരിയാണ്, നമുക്ക് മനസ്സിലാക്കാം. ഗാന്ധിജിയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പെന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? റൗലത്ത് സത്യാഗ്രഹം അഥവാ റൗലത്ത് നിയമത്തെ കരിദിനമായി പ്രഖ്യാപിച്ച് സമരം ചെയ്ത 1919 ഏപ്രിൽ 6. അത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതും സെന്റൻസ് ശരിയാണ്. ഇനി ഗാന്ധിജി ജീവിതത്തിൽ ഇന്ത്യയിൽ 2338 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ശരിയാണോ? അല്ല, തെറ്റാണ്. ഗാന്ധിജി ഇന്ത്യയിലല്ല, ആകെയാണ് എത്ര ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചത്? 2338 ആകെ. അതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത് 1 തെറ്റാണ്, 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണെന്ന് ഓർമ്മിക്കുക. 2ഉം 3ഉം ശരിയാണ്, 1 തെറ്റാണ്. ഇന്ത്യയിലല്ല, ആകെയാണ് 2338 ദിവസം ജയിൽവാസം അനുഭവിക്കുക. ഓക്കെ, ഇവിടെ ഓർമ്മിക്കുക, ഇന്ത്യയിൽ അദ്ദേഹം എത്രയാ ജയിൽവാസം അനുഭവിച്ചേ? 2089 ദിവസമാണ്. ഇന്ത്യയിൽ എത്ര ദിവസമാണ്? 2089 ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത്. ആകെയാണ് 2338. അത് മാത്രം ഓർമ്മിക്കാം. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1932 കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടി ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? കുറേ തവണ ആവർത്തിച്ചിട്ടുണ്ട്. എന്താണ് കമ്മ്യൂണൽ അവാർഡ്? നോക്കാം. എന്താണ് കമ്മ്യൂണൽ അവാർഡ്? അധസ്ഥിതർ, പിന്നോക്ക വിഭാഗക്കാർ, നമുക്ക് OBC എന്ന് പറയാം, പിന്നെ ന്യൂനപക്ഷ വിഭാഗം, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, ന്യൂനപക്ഷം എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അധസ്ഥിതർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇവിടെ ആരൊക്കെയാണ് വരിക? ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി ഒരു നിയോജക മണ്ഡലം രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ അകത്ത് ആര് മാത്രമേ താമസിക്കാൻ പാടുള്ളൂ? ഷെഡ്യൂൾഡ് കാസ്റ്റ് മാത്രം. ഓക്കെ, മറ്റുള്ളവർ മാറ്റി പാർപ്പിക്കും. OBC വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി ഒരു
മണ്ഡലം അനുവദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ആ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ താമസിക്കത്തുള്ളൂ, മറ്റുള്ളവരെ എന്ത് ചെയ്യും? മാറ്റിപ്പാർപ്പിക്കും. ഇതായിരുന്നു 1932 ബ്രിട്ടീഷ് പാർലമെന്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ്, പേര് ഓർമ്മിക്കണേ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ നിയമം. റാംസെ മക്ഡൊണാൾഡ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ നിയമം. പക്ഷെ അത് അംഗീകരിച്ച വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർക്ക് സന്തോഷമായി. കാരണം എന്താ? ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ച് ഒരു നിയോജക മണ്ഡലം മാറ്റിക്കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാനോ അവരെ അധിക്ഷേപിക്കുവാനോ മറ്റാരും അവിടെ എത്തത്തില്ലല്ലോ. പക്ഷെ ഗാന്ധിജി പറഞ്ഞു അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അവരിൽ തന്നെ ഒതുങ്ങിപ്പോവും. മറിച്ച് ഗാന്ധിജി പറഞ്ഞു അങ്ങനെ ആരെയും വേർതിരിച്ച് മാറ്റി പാർപ്പിക്കേണ്ട, എല്ലാവരും ഇപ്പോഴത്തെ പോലെ ഒരുമിച്ച് താമസിച്ചോട്ടെ. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ അധസ്ഥിതരിൽ ഒരാൾക്ക് നമുക്ക് റിസർവേഷൻ നൽകി എന്ത് ചെയ്യാം? മത്സരിപ്പിക്കാം. അങ്ങനെ പൊതുസമൂഹത്തെ കണ്ട് അവർ പുരോഗതിയിലേക്ക് വരും. അങ്ങനെയാണ് സംവരണ മണ്ഡലങ്ങൾ രൂപീകരിക്കുക. ഇത് സംവരണ മണ്ഡലമല്ല, ഓർമ്മിക്കുക, പ്രത്യേക നിയോജക മണ്ഡലമാണ്. ഓക്കെ, സ്പെഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്നാൽ സംവരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരിടത്ത് താമസിക്കുന്നു. അതിൽ ഏതെങ്കിലും മണ്ഡലങ്ങൾക്ക് ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും സംവരണം അനുവദിക്കുന്നു. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? മത്സരത്തിൽ പങ്കെടുക്കുന്നു, ഇലക്ഷനിൽ പങ്കെടുക്കുന്നു. എല്ലാവർക്കും വോട്ട് ചെയ്യാം. ക്ലിയർ? അതായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. അങ്ങനെ അംബേദ്കർ അനുകൂലിച്ച ഈ കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കേണ്ടതില്ല എന്ന് ഗാന്ധിജി പറയുന്നു. ഗാന്ധിജി പറഞ്ഞു, അംബേദ്കർ എന്ത് ചെയ്തു? ഓക്കെ, ഞാൻ അത് അംഗീകരിക്കാം, പക്ഷേ അധസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അങ്ങ് കൂടെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൂടെ പങ്കെടുക്കണം. അത് ദേശീയ സ്വഭാവമുള്ളതായിട്ട് മാറും. ഗാന്ധിജി അംഗീകരിക്കുന്നു. പക്ഷെ ആ സമയത്ത് നിയമലംഘന പ്രസ്താവനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ജയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഗാന്ധിജിക്ക് വേണ്ടി ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യയായിരുന്നു. അപ്പോൾ 1932 കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? പൂനെ ഉടമ്പടിയാണ്. പൂനെ ഉടമ്പടി ഏത് വർഷം തന്നെ? 1932 തന്നെ. ആരൊക്കെ തമ്മിലായിരുന്നു? ഗാന്ധിജിയും അംബേദ്കറും. പക്ഷേ ഗാന്ധിജിക്ക് വേണ്ടി ഒപ്പുവെച്ചതാരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. ഓക്കെ അല്ലേ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. സിമ്പിൾ അല്ലേ? ഗുഡ്. അപ്പോൾ ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതിക്കോട്ടെ. അപ്പോൾ കൃത്യമായി പഠിക്കുക, ആധികാരികമായി തന്നെ മനസ്സിലാക്കി പഠിക്കുക. കാരണം PSC ട്രെൻഡ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പഠിച്ചു പോകാൻ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ PSCയുടെ ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക, അനുബന്ധ വസ്തുതകളും ചേർത്ത് ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾക്കേറെ ഗുണം ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് കൂടെ പഠിച്ച് നമ്മൾ പോകുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.